നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഈ സമരം നിർത്താനുള്ള പ്ലാനുള്ളൂ. പിന്മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, നോക്കണ്ട. നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്ന സർക്കാർ ആരാണോ അത് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 50 പേര് പോലും കയറുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പരീക്ഷ നടത്തുന്നത്? അപ്പൊ അർഹമായതിലുള്ള ഞങ്ങൾ ഒരു രാഷ്ട്രീയപരമായി ഏത് പാർട്ടി വന്നാലും അർഹമായിട്ടുള്ളത് തരണം. പക്ഷേ ഈ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതിയിട്ട് പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നിയമനമില്ല എന്ന് പറയുന്നത് നീതിയാണോ? എല്ലാ പ്രതിസന്ധികളും നടന്നുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രാത്രിയും പകലും പഠിച്ചവരുണ്ട്, ഇവരുടെ ഒക്കെ ഉള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ്. എന്ത് പ്രതീക്ഷയിലാണ് ഈ നാട്ടിൽ നിൽക്കേണ്ടുന്നത്? പണ്ട് ബംഗാളികളായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഞങ്ങളുടെ ജോലി തേടി ടീച്ചേഴ്സിനെല്ലാം അവരുടെ വേക്കൻസികൾ നഷ്ടമാവുകയും നമ്മുടെ വേക്കൻസിയിലോട്ട്, നമുക്ക് കിട്ടാനുള്ള വേക്കൻസിയിലോട്ട് ടീച്ചേഴ്സിനെ പുനർവിന്യസിക്കുകയാണ് ചെയ്തത്. പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യം. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ റാങ്ക് നേടി, എന്നിട്ടും ഞങ്ങൾ ഇന്ന് തെരുവിലാണ്. പക്ഷെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ 4 വർഷമല്ല 100 വർഷം നീട്ടി തന്നെന്ന് പറഞ്ഞാലും യാതൊരു കാര്യവുമില്ല അതിനകത്ത്.